ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പൊന്നുമിനു ഒഫീഷ്യൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു പാർക്കിലേക്കാട്ടോ. അൽമഹത്ത പാർക്കിലാണ് വന്നിട്ടുള്ളത്. അവിടെ ഉണ്ട് റമദാനായിട്ട് കുറേ വെറൈറ്റി അഡ്വഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിൽ കയറി കുറേ എണ്ണത്തിൽ കയറി വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഇതിൽ കയറിയപ്പോൾ എൻ്റെ പൊന്ന് ഗൈസ്, അത് മറക്കുന്നതിനനുസരിച്ചിട്ട് ഞാനും വീഡിയോ വന്നിട്ട് ഭയങ്കര പേടി. ഞാൻ കയറിയൊക്കെ വിളിക്കുന്നതാണ് ഗൈസ്. അത് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു കഥയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഫ്രണ്ട് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കയറിയാണ്. അയാൾക്ക് തിരിക്കല് മനുഷ്യൻ്റെ അടിയിൽ കിളി പോലെ അത് മസ്റ്റ് ട്രൈ ചെയ്യാണ് കേട്ടോ. അത് നല്ലൊരു അഡ്വഞ്ചറായിരുന്നു. അവർ പിന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. റമദാനായിട്ട് ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് 10 ദിർഹംസ് വെച്ചിട്ടാണ് കയറാൻ പറ്റുന്നത്. അപ്പോൾ 3 പേരാകുമ്പോൾ 30 ദിർഹംസ് ആണ് ഞങ്ങൾക്ക് ടോട്ടൽ വന്നിട്ടുള്ളത്. അഡ്വഞ്ചർ കയറാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത്രയും എമൗണ്ട് ഉണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അവർ രണ്ടാളും തിരിക്കുമ്പോൾ അവരെൻ്റെ മേത്തേക്ക് പോകുന്നു. കഴിച്ചാൽ അന്ന് എൻ്റെ ശ്വാസം കിട്ടും. കിളി പോലെ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ അമ്മ അയ്യോ ഞാനാണെങ്കിൽ മൂവി വിളിച്ചിട്ടോ. ലാസ്റ്റ് തലവേദനയൊക്കെ ഞങ്ങളൊരു മോജിക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അന്നത്തെ തലവേദന മാറാണ്ട് ലാസ്റ്റ് വീട്ടിലേക്ക് വന്ന് കഴിച്ചു. അങ്ങനെ ഞാനൊന്നല്ലോ മേടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോൾ മസ്റ്റ് ട്രൈ ഒന്നുമില്ല, അഡ്വഞ്ചറായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാൻ നോക്കുക. നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ കുറേ പറയും. ഓക്കെ, അപ്പം ഇതിനുള്ളിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ മീറ്റിക്ക് വേണപ്പോൾ അവർക്ക് ശ്വാസം കിട്ടാണ്ടായി. അപ്പോൾ പിന്നെ അവിടെ ജാക്സിൻ്റെ പിന്നെ പാർക്കായതുകൊണ്ട് വേറെ എക്സ്ട്രാ നമുക്ക് വേറെ കുറേ സ്വിങ്സും പിന്നെന്താ പറയുക, നമ്മൾ ആടുന്ന സാധനം, പിന്നെ അവിടെ തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങൾ അവിടെ തന്നെ പറഞ്ഞു അവിടെ തരുന്നുണ്ട്. എല്ലാവരും എന്തായാലും പോകേണ്ട ഒരു പാർക്കാണ് അൽമഹത്ത പാർക്ക്. ഇപ്പോൾ റമദാനായിട്ട് ഭയങ്കര സ്പെഷ്യൽ അവിടെ കുറേ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി അടിച്ചു പൊളിക്കാം. അപ്പോൾ റമദാനൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു മാസം എല്ലാവരും നോമ്പൊക്കെ എടുത്തിരിക്കുക. അപ്പോൾ ഹാപ്പി റമദാൻ. സോ അവരെ